قال رسول الله صلى الله عليه وسلم لا يكن أحدكم إمعة يقول أنا مع الناس إن أحسن الناس أحسنت وإن أساءوا أسأت ولكن وطنوا أنفسكم إن أحسن الناس أن تحسنوا وإن أساءوا فتجتنبوا إساءتهم. മാന്യ പ്രേക്ഷകർക്ക് മൊഴിമുത്തുകളിലേക്ക് സ്വാഗതം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിയുടെ നിലപാട് എങ്ങനെയായിരിക്കണം എന്ന് ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ലാ യകുൻ അഹദുക്കും ഇമ്മഅ, നിങ്ങളിലൊരാളും അവസരവാദിയാകരുത്. യഖൂൽ, അവൻ പറയും, അന മഅന്നാസ്, ഞാൻ ജനങ്ങളോടൊപ്പമാണ്, ഞാൻ ജനകീയനാണ്. ഇൻ അഹ്സനന്നാസു അഹ്സൻത്, ജനം നന്നായാൽ ഞാനും നന്നാകും. വ ഇൻ അസാഉ അസ്അത്, ജനം ദുഷിച്ചാൽ ഞാനും ദുഷിക്കും. വലാകിൻ വത്തിനു അൻഫുസക്കും, എന്നാൽ നിങ്ങൾ സ്വയം സജ്ജരാകണം. ഇൻ അഹ്സനന്നാസു അൻ തുഹ്സിനു, ജനം നന്നായാൽ തീർച്ചയായും നിങ്ങളും നന്നാകൂ. വ ഇൻ അസാഉ ഫതജ്തനിബു ഇസാഅതഹും, അവർ ദുഷിച്ചാലോ അവരുടെ തിന്മയിൽ നിന്ന് നിങ്ങൾ സ്വയം അകന്നു നിൽക്കുകയും ചെയ്യൂ. നാടോടുമ്പോൾ നടുവേ ഓടുക, ഇത് മലയാളത്തിലെ ഒരു ചൊല്ലാണ്. ഞാൻ എല്ലാവരെയും പോലെയാണ്, എല്ലാവരും ഇങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെ എനിക്കും ആകാൻ പറ്റുള്ളൂ. ഇത് ഒരു അഴകുഴമ്പൻ സമീപനമാണ്, ഒരു ആദർശവാദിയുടെ സമീപനമല്ല. ഇമ്മഅ എന്ന വാക്കുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്ന അതാണ്, അവസരവാദ സമീപനം. അന മഅന്നാസ്, ഞാൻ ജനങ്ങളോടൊപ്പമാണ്, ജനകീയനാണ്. ജനം നന്നായാൽ ഞാനും നന്നാകും, ജനം ദുഷിച്ചാൽ ഞാനും ദുഷിക്കും എന്ന് പറയുമ്പോൾ ഒഴുക്കിനനുസരിച്ച് നിന്നു കൊടുത്താൽ മാത്രം മതി. എവിടെ ചെന്നാലും ആദരവ് കിട്ടും, എവിടെ ചെന്നാലും ഇരിക്കാൻ സീറ്റ് കിട്ടും, എല്ലാവരും പരിഗണിക്കും, എല്ലാവരും സ്നേഹിക്കും എന്ന് പറയുന്ന ഒരു നിലപാടാണത്. ആ നിലപാട് സ്വീകരിക്കാൻ പ്രത്യേകിച്ച് അധ്വാനമൊന്നുമില്ല. അതേ സമയത്ത് ഒരു സത്യവിശ്വാസി അങ്ങനെ ആകാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്താണ്, വിശ്വാസി സ്വയം സജ്ജനാവണം. ജനം നന്നെങ്കിൽ അവരോടൊപ്പം, ജനം ദുഷിച്ചാൽ അവരുടെ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള കരുത്ത് അയാൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നാം ഒരു മാസക്കാലമായി വഴിമാറി നടന്നവരാണ്. ഈ ലോകത്തിനൊരു മാറ്റവും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും സൂര്യൻ ഉദിച്ചു അസ്തമിച്ചു. അതേപോലെ പൊതുജനം അതേപോലെ തന്നെ അവരുടെ ജീവിതം തുടർന്നു. ഹോട്ടലുകളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു, കൂൾ ബാറുകൾ തുറന്നിട്ടുണ്ട്, മദ്യഷാപ്പുകൾ തുറന്നിട്ടുണ്ട്. അതുപോലെ സാധാരണ സമൂഹം സാധാരണ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പക്ഷേ ഇസ്ലാമിക സമൂഹം ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ തികച്ചും വ്യത്യസ്തമായ ഒരു വഴി വെട്ടിത്തെളിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇനി നമുക്ക് ഞാൻ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയാൻ സാധ്യമല്ല. അങ്ങനെ ആകണമെങ്കിൽ നേരത്തെ തന്നെ ആകാമായിരുന്നു. വ്രതവിശുദ്ധി നേടി പാപങ്ങൾ ശുദ്ധീകരിച്ച് മനസ്സിനെ ഏറ്റവും പവിത്രമായ അവസ്ഥയിൽ എത്തിച്ചിട്ട് വീണ്ടും നാം പഴയതിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ എന്താണ് നേട്ടം? റമദാനിൽ ഒരുപാട് കാര്യങ്ങൾ നാം മാറ്റിവെച്ചിട്ടുണ്ടാവും. റമദാൻ കഴിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. മക്കളുടെ കല്യാണം വരികയാണ്, അതുപോലെ പുതിയ ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പെടാൻ പോവുകയാണ്, പുതിയ തൊഴിൽ മേഖലകൾ തേടി ഇറങ്ങുകയാണ്, വീട് വെക്കാൻ പോവാണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഇടപാടുകളിൽ നാം ഇനി മുഴുകാൻ പോവാണ്. വല്ലാത്തൊരു മലവെള്ളപ്പാച്ചിലാണ് ജീവിതം. അതിനിടയിൽ നമുക്ക് നമ്മെ നഷ്ടപ്പെട്ടു പോകാൻ ഏറെ സാധ്യതയുണ്ട്. അവിടെയാണ് ഈ ഹദീസ് ഏറ്റവും പ്രസക്തമായി തീരുന്നത്. നമുക്ക് നമ്മുടേതായ ഒരു നിലപാടുണ്ടായിരിക്കണം. നാം നേടിയെടുത്ത വിശുദ്ധിയും കരുത്തും ഉപയോഗപ്പെടുത്തിയിട്ട്
ഏറ്റവും ഉത്കൃഷ്ടമായ നിലപാടിലൂടെ മുന്നോട്ട് പോകാനുള്ള കരുത്താർജിക്കണം എന്നതാണ്. മക്കളുടെ കല്യാണം വരാൻ പോവാണ്. എന്താ തീരുമാനിച്ചത്? എല്ലാവരും സ്ത്രീധനം വാങ്ങിക്കുന്നു, അതുകൊണ്ട് എൻ്റെ മകനും വാങ്ങട്ടെ, ഇങ്ങനെയാണോ? അല്ലെങ്കിൽ മൂത്ത ആൾക്ക് ഇത്ര കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇളയ ആൾക്കും ഇത്ര കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള മറുപടികളാണ് നമ്മിൽ നിന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. കൃത്യമായ നിലപാടുണ്ടാവേണ്ടതുണ്ട്. എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം? ആൾക്കൂട്ടം പഴയതുപോലെ തന്നെ ആയിരിക്കും, മാറ്റമൊന്നും ഉണ്ടാവണമെന്നില്ല. അതേസമയം ഞാൻ ഇനി ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമല്ല. സമൂഹത്തിൻ്റെ ജീർണതകൾ സ്വയം പേറി എന്നിട്ട് അവ ന്യായീകരിച്ച് നടക്കാൻ മാത്രം അസ്തിത്വം നഷ്ടപ്പെട്ടു പോയവനല്ല ഞാൻ. എനിക്ക് ഇസ്ലാമികമായ വ്യക്തിത്വമുണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റണം. ഒരുപക്ഷെ റമദാനിന് മുമ്പ് സംഭവിച്ചു പോയ അബദ്ധങ്ങൾ ഇനിയും ആവർത്തിക്കണമോ? നേരത്തെ ഓഫീസിൽ എല്ലാവരും കൈക്കൂലി പങ്കുവെക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇനി ലായക്കുൻ ഇമ്മ, നിങ്ങൾ അവസരവാദികളാകരുത്. ഇനി നാം ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമല്ല. അത് അനിസ്ലാമികമാണ്, അനീതിയാണ്, സമൂഹത്തോട് ചെയ്യുന്ന അക്രമമാണ് എന്ന് തിരിച്ചറിയുന്ന നാം വീണ്ടും കൈക്കൂലിയിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് പറയുമ്പോൾ പ്രയാസകരമാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധിപ്പിച്ച് അവരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, മറ്റേയാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കും അങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ എന്ന് പറയുന്ന അഴകുഴമ്പൻ സമീപനത്തിൽ നിന്ന് നാം നമ്മെ മാറ്റി നിർത്തണം എന്നുള്ളതാണ്. അതാണ് ആദർശപരമായ സമീപനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉത്കൃഷ്ട തലമുറയെ രൂപപ്പെടുത്തിയെടുത്തത് ഈ മനക്കരുത്തിൻ്റെ പിൻബലത്തിലാണ്. അങ്ങനെയാണ് ആ സമൂഹം ചരിത്രത്തിൽ ഇടം നേടിയത്. നമ്മുടെ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഒരു സിദ്ദീഖുൽ അക്ബർ, ഒരു ഉമറുൽ ഫാറൂഖ്, ഒരു ഉസ്മാൻ ഗനി, ഒരു അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹും ഇവരൊന്നും ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? എന്തുകൊണ്ട് മഹാന്മാരൊക്കെ പണ്ട് കഴിഞ്ഞു പോയി, ഇന്നൊന്നും ഇല്ലല്ലോ, നമുക്കിന്ന് പഴയ കഥകൾ പറയാനല്ലേ പറ്റുന്നുള്ളൂ എന്ന് നാം പരിതപിക്കാറുണ്ട്. അവിടെ ഒരു മറു ചോദ്യമാണ് അവിടെ ഉത്തരം. എന്താ ചോദ്യം? എന്തുകൊണ്ട് താങ്കൾക്ക് ഒരു സിദ്ദീഖുൽ അക്ബർ ആയിക്കൂടാ? എന്തുകൊണ്ട് താങ്കൾക്ക് ഒരു ഉമറുൽ ഫാറൂഖ് ആയിക്കൂടാ? ഇത് സംഭവിക്കണമെങ്കിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നാം ശീലിച്ച വിശുദ്ധമായ ജീവിത രീതികൾ ഇനി അങ്ങോട്ടും തുടർന്നു കൊണ്ടുപോകാനുള്ള ആർജവം കാണിക്കണം. ലാ യകുൻ അഹദുക്കും ഇമ്മ, നിങ്ങളിലൊരാളും അവസരവാദിയാകരുത്. അതിനാൽ വത്തിനു അംഫുസക്കും, സ്വയം സജ്ജരാകൂ. ജനം നന്മയോടൊപ്പമാണെങ്കിൽ നാമും നന്മയോടൊപ്പം. ജനം ദുഷിച്ചാൽ തീർച്ചയായും അവരുടെ തിന്മകളിൽ നിന്ന്, ജീർണതകളിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള കരുത്ത് പ്രകടിപ്പിക്കാം. ഇതാണ് റമദാനിന് ശേഷം നാം ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയവും ആയുധവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദർശത്തിൻ്റെ കരുത്തിൽ നിലപാട് സ്വീകരിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.